എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഒലിപ്പുറം എന്ന ഗ്രാമത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കിലോമീറ്ററുകൾ നീളത്തിൽ നെൽപ്പാടത്തിനിടയിലൂടെ കിടക്കുന്ന അതിമനോഹരമായ ആമ്പൽ കൂട്ടങ്ങളും ആമ്പൽ കാഴ്ചകളുമാണ്. നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ കാഴ്ചകളിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ വന്നാൽ വിടർന്നു നിൽക്കുന്ന ആമ്പൽക്കൂട്ടങ്ങൾ കാണാമെന്ന ലക്ഷ്യത്തിൽ അല്പം നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. വെളുപ്പിനെ 6 മണിയോടെ ഒലിപ്പുറത്തെത്തി. ആദ്യ നോട്ടത്തിൽ കൈത്തോട്ടിൽ മാത്രമായിരിക്കും ഉള്ളത് എന്നാണ് കരുതിയത്. അങ്ങനെ ഈ കൈത്തോട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കണ്ട് ആസ്വദിച്ച് കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴല്ലേ തെളിവുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നത് പോലെ കിലോമീറ്ററുകളോളം ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച കണ്ടത്. നോക്കത്താ ദൂരത്തേക്ക് വിസ്മയ കാഴ്ച ആസ്വദിച്ച് നടക്കുവാൻ തുടങ്ങി. 3 കിലോമീറ്ററോളം നടന്നിട്ടും മനം മയക്കുന്ന കാഴ്ചയിൽ നടന്ന ദൂരം അറിഞ്ഞതേയില്ല. അത്രയ്ക്ക് മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ആളുകൾ അധികം ഇല്ലായിരുന്നുവെങ്കിലും 7 മണിയോടെ പല സ്ഥലങ്ങളിൽ നിന്നും അനേകർ എത്തിക്കഴിഞ്ഞിരുന്നു. ഒലിപ്പുറത്തെത്തിയാൽ ചെറിയ തുകയ്ക്ക് കയാക്കെന്നറിയപ്പെടുന്ന വഞ്ചി വാടകയ്ക്ക് കിട്ടും. അതിൽ കയറിയാൽ ആമ്പൽ പൂക്കൾക്കിടയിലൂടെ തൊട്ടും തലോടിയും നമുക്ക് സഞ്ചരിക്കാം. കടലിലെ മണൽത്തരികൾ പോലെയോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയോ എന്നൊക്കെ പറയുന്നത് പോലെ എണ്ണിയാൽ തീരാത്ത വിധം നോക്കത്താ ദൂരത്തേക്ക് ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഫോക്കസ് ഓൺ ലൈഫിന്റെ കണ്ണുകളിൽ കൂടി നോക്കിയാൽ ഈ കാഴ്ചകളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ വളരെ വലുതാണ്. പ്രകൃതി എത്ര സുന്ദരമാണെന്നും ഏതെങ്കിലും വ്യക്തികൾ നിർമ്മിച്ചതല്ല ഈ ആമ്പൽ തീരങ്ങളെന്നും, എന്നാൽ ഏതെങ്കിലും വ്യക്തികളോ ഒരാമ്പലത്തെ എപ്പോഴോ ഇവിടെ ഇട്ടതാകാം ചിലപ്പോൾ. അതല്ലെങ്കിൽ പ്രകൃതി നമുക്കായി ഒരുക്കിയ വിസ്മയമാകാം ഇത്. എന്തായാലും ഈ കാഴ്ചകൾ ഈ നാട്ടുകാർ അധികം ആസ്വദിക്കുന്നില്ല എങ്കിലും പുറത്തുനിന്ന് വരുന്നവർ നന്നായി ആസ്വദിക്കുന്നുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് പ്രകൃതി നമുക്കായി ഈ വിസ്മയ കാഴ്ച ഒരുക്കിത്തരുന്നത്. നമ്മുടെ ലൈഫും ഇതുപോലെയാണ്. എപ്പോഴും പൂ വിരിയണമെന്നോ എപ്പോഴും പൂക്കൾ ആസ്വദിക്കാൻ ആളുകൾ വരണമെന്നോ ഇല്ല. ഏതൊരാൾക്കും അവരവരുടെ ലൈഫിൽ മറ്റുള്ളവരുടെ പരിഗണന കിട്ടുക എന്നത് വലിയ കാര്യമാണ്. വർഷത്തിൽ കുറച്ച് സമയമേ ആമ്പൽ പൂക്കൾക്കും പരിഗണന കിട്ടുന്നുള്ളൂ എന്ന് കരുതി നിരാശയിലാകുന്നില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യകരമായ എന്നാൽ ചുരുങ്ങിയ കാലം മാത്രമുള്ള ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കഴിവുകളെ കണ്ടെത്തി ആമ്പൽ പൂ പോലെ സ്വയം വിരിഞ്ഞ് മറ്റുള്ളവർക്ക് കൂടി ആസ്വദിക്കുവാൻ പ്രയോജനമാകുവാൻ ഇടയാകും. ആമ്പലുകളെ പറ്റി പറയുകയാണെങ്കിൽ ശുദ്ധജലത്തിലും പൊയ്കകളിലും മറ്റും വളരുന്ന മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ആമ്പൽ. ഇംഗ്ലീഷിൽ ഇതിന് വാട്ടർ ലില്ലി എന്നാണ് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം നിംഫിയ നൗചാലി എന്നാണ്. ആമ്പൽ ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ദേശീയ പുഷ്പമാണ്. കേരളത്തിൽ സംഘകാല കൃതികളിലെ നെയ്തൽ തിണകളിലെ പുഷ്പം എന്ന നിലയിൽ തന്നെ പ്രാചീന കാലം മുതൽക്കേ ആമ്പൽ പ്രസിദ്ധി ആർജിച്ചിരുന്നു. താമരയോട് സമാനമായ സാഹചര്യങ്ങളിൽ വളരുന്ന ആമ്പൽ വിവിധ തരങ്ങളിലും നിറങ്ങളിലും കാണപ്പെടും. നാടൻ ഇനങ്ങൾ വെള്ളയും ചുവപ്പും നിറത്തിലാണ്. ഇവ രാത്രിയിൽ പൂക്കുകയും പകൽ കൂമ്പുകയും ചെയ്യും. എങ്കിലും സങ്കര ഇനങ്ങൾ ചുവപ്പ്, മെറൂൺ, കടുന്നീല, ഇളം നീല, മഞ്ഞ, വയലറ്റ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ഇവ പകലാണ് വിരിയുന്നത് എന്നതിനാൽ കൂടുതലായും ഉദ്യാനങ്ങളിൽ വളർത്തുന്നു. ഏകദേശം 50ഓളം വ്യത്യസ്ത ആമ്പലിനങ്ങൾ ലഭ്യമാണ്. ആമ്പലിന്റെ തണ്ടിന് 3 മീറ്ററോളം നീളമുണ്ടാകും. സസ്യങ്ങളിൽ ശ്വാസോച്ഛ്വാസത്തിനായുള്ള സ്റ്റൊമാറ്റ എന്ന ഭാഗം കരയിൽ വളരുന്ന സസ്യങ്ങൾ ഇലകൾക്കിടയിലാണ് കാണപ്പെടുക. എന്നാൽ ആമ്പലുകളിൽ ഇവ ഇലയ്ക്ക് മുകൾ ഭാഗത്തായാണ് കാണപ്പെടുന്നത്. ഇലയുടെ മുകൾ ഭാഗം ചെറിയ ചെറിയ മെഴുകു പരലുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഇലകളെ വെള്ളം നനയുന്നതിൽ നിന്ന് പ്രതിരോധിക്കുന്നു. ആമ്പൽ പോലെയുള്ള ജലസസ്യങ്ങൾ അതിന്റെ ഇലകൾക്ക് മുകളിലേക്ക് വരുന്ന ജലം ഇലയുടെ മധ്യഭാഗത്തേക്ക് എത്തിച്ച് ആവശ്യമായ ജലാംശം ആഗീകരണം ചെയ്തതിനു ശേഷം ഇല ചെരിച്ച് വെള്ളത്തെ ചെറിയ തുള്ളികളായി പുറത്തേക്ക് ഒഴുക്കുന്നു. ഈ പ്രക്രിയ താമര പ്രഭാവം, ലോട്ടസ് എഫക്ട് എന്നാണ് അറിയപ്പെടുന്നത്. പൂക്കൾക്ക് 3 നിര ദളങ്ങൾ കാണപ്പെടും. താമരയെ അപേക്ഷിച്ച് ഇവയുടെ തണ്ടിന് ബലം കുറവാണ്. തണ്ടിന് നീല കലർന്ന പച്ച നിറമാണ്. പൂക്കൾ ജലോപരിതലത്തിൽ നിന്ന് 1 അടിയോളം ഉയരത്തിൽ കാണപ്പെടുന്നു. ഇവ 4-5 ദിവസം വിരിഞ്ഞു നിൽക്കുകയും പൂവ് പൂർണ്ണ വളർച്ച എത്തിയ ശേഷം കൊഴിയാതെ വളഞ്ഞു നുറുങ്ങി വെള്ളത്തിനടിയിൽ കായ നിക്ഷേപിക്കുകയും ചെയ്യും. ഈ വിത്തുകൾ മൂപ്പെത്തുവാൻ 1-2 മാസം വേണ്ടിവരും. വിളഞ്ഞ വിത്തിന്റെ പുറം ഭാഗത്തിന് കറുപ്പ് നിറമാണ്. അവ കായിൽ നിന്ന് വേർപെട്ട് ചെളിയിൽ മുളച്ചു വരും. ഇതൊക്കെയാണ് ആമ്പലുകളെ പറ്റി പ്രത്യേകിച്ച് പൊതുവായി പറയാനുള്ളത്. ഇവിടെ കണ്ട മറ്റു കാഴ്ചകൾ പച്ച നിറത്തിലുള്ള നെൽപ്പാടങ്ങളാണ്. അതിൻ്റെ ഒരു വശത്തായി നെൽക്കതിരുകളുള്ള കറ്റകൾ അടുക്കി വെച്ചിരിക്കുന്നു. മലയാളികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണല്ലോ നാം കഴിക്കാറുള്ള ചോറ്. അതിന് വേണ്ടുന്ന അരി എങ്ങനെയുണ്ടാകുന്നു, അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങളൊന്നും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നേരിട്ടറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇവിടെ എത്തിയാൽ അതൊക്കെ നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ വലിയ വലിപ്പമുള്ള കൊക്കുകൾ. ഈ പാടത്തിൻ്റെ അല്പം അകലെയായി ട്രെയിനുകൾ സ്ഥിരമായി പോകുന്നത് കാണാം. എന്തുകൊണ്ടും തികച്ചും വ്യത്യസ്തമായ, മനസ്സിനും കണ്ണുകൾക്കും സംതൃപ്തി നൽകുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല.
പ്രകൃതി നമുക്കായി ഒരുക്കിയ ഈ വർണ്ണക്കാഴ്ചകൾ നമുക്കും ആസ്വദിക്കാം. എന്നാൽ ഇതിനെ സംരക്ഷിക്കാനുള്ള ചുമതലയും നമുക്ക് തന്നെയാണെന്നുള്ള ബോധ്യമുണ്ടായാൽ അടുത്ത തലമുറയ്ക്കും ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയും. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അവയെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ആമ്പൽ ചെടികൾ ചെളിയിലാണ് താണു നിൽക്കുന്നത്, എന്നാലും അതിൻ്റെ ഇലകളും പൂക്കളും എപ്പോഴും മുകളിൽ തന്നെ ഉണ്ടാകും. പ്രകൃതിയെ കണ്ട് ബുദ്ധി പഠിക്കാൻ പറയുന്നത് കേട്ടിട്ടില്ലേ? ആമ്പലിനെ കണ്ടും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ആസ്വദിക്കാൻ ശ്രമിക്കാം. ചെറിയ ചെറിയ കാഴ്ചകൾ പോലും ചിലപ്പോൾ ചിലർക്ക് ലൈഫിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിയേക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മറ്റൊരു ലെവലിലേക്ക് മാറും. വിരിഞ്ഞ് സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ പോലെ നമ്മുടെ ലൈഫും വർണ്ണങ്ങളാൽ വിരിഞ്ഞു നിൽക്കുവാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.